ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അവർണിക നേരെ ഗീതുവിനെയും ഗോവിന്ദിനെയും കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവർണിക ഞെട്ടിക്കുന്ന രഹസ്യം പറയാണ്. അവനെ കൊല്ലാൻ തന്നെയായിരുന്നു എൻ്റെ തീരുമാനം. അതിനുവേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി. അവൻ്റെ അമ്മയെയും അനിയത്തെയും പറഞ്ഞു വിട്ടു. അവന് വേണ്ടിയുള്ള ബുള്ളറ്റ് നിറച്ച് കാത്തു നിൽക്കുമ്പോഴാണ് ഡാഡി വന്നത്. ആ വരവ് എൻ്റെ എല്ലാ തീരുമാനങ്ങളെയും മാറ്റിക്കളഞ്ഞു. അതിനുശേഷം രഘുറാം പറഞ്ഞ വാക്കുകളാണ് വീണ്ടും അവർണിക ഓർക്കുന്നത്. കുഞ്ഞിന് വേണ്ടി കൊണ്ടുവന്ന തൊട്ടിലെടുത്ത് അകത്ത് വെച്ച് എനിക്കും ഈ വീട്ടിൽ അല്പം സ്ഥലം തരണം. എല്ലാ ഗ്രാൻഡ്പാമാരും ചെയ്യുന്നത് പോലെ ഞാൻ നമ്മുടെ കുഞ്ഞിനെയും കളിപ്പിച്ച് ഇവിടെ കഴിഞ്ഞോളാം. ഡാഡി പറഞ്ഞത് കേട്ടപ്പോൾ കിച്ചുവിനെയും കൊന്ന് ഞാൻ എൻ്റെ കുഞ്ഞിനോടൊപ്പം ജീവൻ ഒടുക്കിയിട്ട് എന്ത് പ്രയോജനമെന്ന് തോന്നിപ്പോയി. അത് കേട്ടപ്പോൾ ഗോവിന്ദനും ഗീതുവിനും സങ്കടമാവുകയാണ്. ഗീതു പറയുന്നുണ്ട്, അവർണിക, നമ്മുടെ ഇപ്പോഴത്തെ പൊതുശത്രു കിഷോറാണ്. അപ്പോൾ അവർണിക വെറുപ്പോടെ പറയുന്നുണ്ട്, അവന് ചെറിയ ശിക്ഷയൊന്നും കിട്ടിയാൽ പോരാ. അപ്പോൾ ഗോവിന്ദ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അവർണിക, കിഷോറിനെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയെന്ന് തോന്നിയാൽ അവൻ നാട് വിടും. പിന്നെ അവനെ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഗീതുവും പറയുന്നുണ്ട്, കിഷോർ രക്ഷപ്പെട്ടാൽ മറ്റുള്ളവർക്ക് മുന്നിൽ അവൻ എനിക്ക് ചാർത്തി തന്ന കളങ്കം എനിക്ക് മായ്ക്കാനാവില്ല. അപ്പോൾ അവർണിക സങ്കടത്തോടെ ഗീതുവിനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗീതു പകയോടെ പറയാണ്, അവനായിട്ട് എനിക്കുണ്ടാക്കി തന്ന അപമാനവും നാണക്കേടും അവൻ തന്നെ മാറ്റണം. അവനെക്കൊണ്ട് തന്നെ അത് തിരുത്തിക്കണം. അതിനുശേഷം അവർണികയുടെ കൈകൾ ചേർത്ത് പിടിക്കുകയാണ് ഗീതു. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ അവർണിക എൻ്റെ കൂടെ നിൽക്കണം. ഗീതുവിൻ്റെ കൈകൾക്ക് മേലെ കൈവച്ചുകൊണ്ട് അവർണിക പറയുന്നുണ്ട്, ഒരിക്കൽ തെറ്റിദ്ധരിച്ചെങ്കിലും നീ എന്നും എൻ്റെ ആത്മാർത്ഥ ഫ്രണ്ടാ. നീ ചോദിച്ചാൽ ജീവൻ തരാനും ഒരുക്കായിട്ട് നിൽക്കുന്നവളാ ഞാൻ. അത് കേട്ടപ്പോൾ ഗോവിന്ദനും ഗീതുവിനും സന്തോഷമാവുകയാണ്. അവർണിക അവരെ വിശ്വസിച്ചല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ അവർണിക രണ്ടുപേരോടുമായിട്ട് പറയുന്നുണ്ട്, ഞാൻ കൂടെയുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഗീതു ഗോവിന്ദിൻ്റെ നേരെ നോക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കിഷോർ ഒറ്റയ്ക്കല്ല ഇതൊന്നും ചെയ്യുന്നത്. ഇതിന് പിന്നിൽ കൃത്യമായ അജണ്ടയോടുകൂടെ ഏതോ ഒരു ഹിഡൻ ശക്തിയുണ്ട്. അവരുടെ ബലത്തിലാണ് കിഷോർ ഇങ്ങനെ ഒരു റിസ്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവർണിക അത് ആലോചിക്കുകയാണ്. അവരാരൊക്കെയാണെന്ന് കിഷോറിൽ നിന്ന് മാത്രമേ നമുക്കറിയാൻ പറ്റൂ. അവരാരൊക്കെയാണെന്ന് എത്ര തല്ലിയാലും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയാലും അവൻ നമുക്ക് പറഞ്ഞു തരില്ല. പിന്നെയുള്ള ഒരേ ഒരു മാർഗം അവനിൽ നിന്നും ആ രഹസ്യങ്ങൾ ചോർത്തുക എന്നുള്ളതാണ്. അപ്പോൾ അവർണിക സംശയത്തോട് ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ പറ്റും? കിഷോർ ഇപ്പോഴും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കഥയുണ്ട്. ഗീതുവുമായി അവൻ ഇപ്പോഴും ബന്ധമുണ്ടെന്ന്. കിഷോറിന് പിന്നിൽ ആരാണെന്ന് അറിയുന്നതുവരെ ആ കഥ നമ്മൾ വിശ്വസിച്ചതായി ഭാവിക്കണം. ആ രീതിയിൽ പ്രതികരിച്ചു കൊണ്ടേയിരിക്കണം. അപ്പോൾ അവർണിക സംശയത്തോട് ചോദിക്കുകയാണ്, ഗീതുവിനെ സംശയിക്കുന്നതായി ആക്ട് ചെയ്യാനോ? അപ്പോൾ ഗീതു ചോദിക്കുന്നുണ്ട്, അവർണിക എന്നെ കേൾപ്പിച്ചു തന്ന ആ ഓഡിയോ ക്ലിപ്പിംഗ് എവിടുന്നാ കിട്ടിയേ? അപ്പോൾ അവർണിക പറയുന്നുണ്ട്, രാധിക മേഡം അയച്ചു തന്നതാ. ഗീതുവും ഗോവിന്ദും ഒരുപോലെ ഷോക്കാവുകയാണ്. ആ ഓഡിയോ ഒന്നുകൂടെ കേൾപ്പിച്ചേ, ഗീതു പറയാണ്. അതായത് ഗോവിന്ദിനും കൂടി കേൾപ്പിച്ചു കൊടുക്കുക എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ അവർണിക അത് ഗോവിന്ദ് കേൾക്കാൻ വേണ്ടിയിട്ട് പ്ലേ ചെയ്യാണ്. അപ്പോൾ കിഷോറിൻ്റെ അത്രയും വൃത്തികെട്ട ആ ഒരു ശബ്ദത്തിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞിനെ നീയും കൂടി ആഗ്രഹിക്കുന്നതായിട്ട് അവർണികയോട് പറഞ്ഞുകൂടായിരുന്നോ എന്നൊക്കെ ഉള്ളത്. അതൊക്കെ കേൾക്കുന്ന സമയത്ത് ഗീതുവിന് സ്വയം വെറുപ്പ് തോന്നുകയാണ്. ഇങ്ങനെ ഒരാളെ ആണല്ലോ ഞാൻ സ്നേഹിച്ചിരുന്നത് എന്നോർത്തിട്ട് പോലും. ഗോവിന്ദിനാണെങ്കിൽ അവനെ കൊല്ലാനുള്ള ദേഷ്യവും വരുന്നുണ്ട്. അത് മൊത്തമായിട്ട് പ്ലേ ചെയ്തതിന് ശേഷം അവർണികയോടായിട്ട് ഗീതു പറയുന്നുണ്ട്, അവർണിക, ഞാനും കിഷോറും തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ടെന്നും അത് ഏതാണ്ട് ഞാൻ തുറന്നു പറഞ്ഞു എന്ന രീതിയിലും രാധികാമ്മയായിട്ട് സംസാരിക്കണം. ആ രീതിയിൽ അവരെ വിശ്വസിപ്പിക്കണം. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, രാധികാമ്മയെ മാത്രം വിശ്വസിച്ചാൽ പോരാ. ആ രീതിയിൽ ആരൊക്കെ തന്നോട് ഇടപഴകിയോ പെരുമാറിയോ അവരെയൊക്കെ വിശ്വസിപ്പിക്കണം. അതിന് ശ്രമിച്ചവർക്ക് മുന്നിൽ കിഷോറിനോടും ഗീതുവിനോടുള്ള സംശയം ശക്തമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണെന്ന് തുടരണം. അത് കേട്ടപ്പോൾ ഗീതു അത് അംഗീകരിക്കുന്നുണ്ട്. അവർണികയെ സമ്മതിക്കുകയാണ്. അതിനുശേഷം ഗോവിന്ദ് പറയുന്നുണ്ട്, ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് പ്രധാനം. അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവർണയ്ക്കും ഗീതുവിനുമായി കേൾക്കാൻ പാകത്തിന് ഗോവിന്ദ് പറഞ്ഞു കൊടുക്കുകയാണ്. എല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം ഗീതു അവർണികയോട് പറയുന്നുണ്ട്, അവർണിക ഇപ്പം തന്നെ രാധികാമ്മയെ വിളിക്കണം. ഇതെല്ലാം കേട്ടതിന് ശേഷം അവർണികയുടെ വേർഷനിൽ രാധികാമ്മയായിട്ട് സംസാരിക്കണം. അപ്പോൾ തന്നെ അവർണിക രാധികാമ്മയെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുന്ന് മാറുകയാണ്. അപ്പം അവർണിക അവിടുന്ന് മാറിയപ്പം ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, ഏതൊരു കാര്യത്തിൽ നീ എന്തിനാ അനാവശ്യമായി അമ്മയെ വലിച്ചിടുന്നത്? അപ്പോൾ ഗീതു പറഞ്ഞു കൊടുക്കുകയാണ്, ഇത് രാധികാമ്മയെ ടാർഗറ്റ് ചെയ്യാനൊന്നുമല്ല. നമ്മുടെ ഈ അന്വേഷണം അറക്കൽ കുടുംബത്തിൻ്റെ ജാതകം തന്നെ മാറ്റിമറിക്കും. അതെന്താവെന്ന് ഓർത്തിട്ട് ഗോവിന്ദിന് ചെറുതായിട്ട് പേടി തോന്നായിക്കില്ല. കാഞ്ചന ഹോസ്പിറ്റലിലേക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കുകയാണ് രഞ്ജുവിന് കൊടുക്കാനുള്ളത്. അപ്പോൾ രേഖ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അതൊക്കെ റെഡിയായോന്ന്? റെഡിയായിട്ടുണ്ട്. ഗീതു പാപ്പ എവിടെ? ഗീതു റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതല്ല പ്രശ്നം. ഇപ്പം ഭദ്രൻ അങ്കിൾ വന്നിട്ടുണ്ട്, എന്തോ വലിയ പ്രശ്നമുണ്ടെന്നാണ് തോന്നുന്നത്. രേഖ സംശയത്തോടെ പറയുന്ന സമയത്ത് കാഞ്ചന പറയുന്നുണ്ട്, ഭദ്രൻ അങ്കിൾ മാമ വന്നിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമായിരിക്കില്ല, എന്തോ പ്രശ്നം ഉണ്ടാക്കാനുള്ള വരവാ. എന്താ ഉദ്ദേശം എന്നറിയില്ല. നീ എന്തായാലും ഇത് ബാഗിലാക്കി എടുത്തോ, ഞാൻ അങ്കിളിനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് രേഖ അവിടുന്ന് പോകുന്നത്. രേഖ പോയിട്ട് ഭദ്രനോട് ചോദിക്കുന്നുണ്ട്, അങ്കിളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കാതെ കാര്യം എന്താണെന്ന് പറയൂ. അത് ഗീതുവിനോടും ഗോവിന്ദിനോടും പറഞ്ഞിട്ടേ കാര്യമുള്ളൂ, അയാളെ നെടുവീർപ്പിട്ടുകൊണ്ട് പറയുകയാണ്. അപ്പോഴേക്കും ഗീതു ഡ്രസ്സൊക്കെ മാറ്റി താഴോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു.
അച്ഛനെ കണ്ടപ്പോൾ ഗീതു ചോദിക്കുന്നുണ്ട്, അച്ഛൻ എപ്പോൾ എത്തി? ഇപ്പോൾ വന്നേ ഉള്ളൂ ഗീതു, നീ റെഡിയാവുന്നത് കൊണ്ട് വിളിച്ചില്ല, രേഖയാണ് പറയുന്നത്. അപ്പോഴേക്കും അയാൾ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റിട്ട് ഗീതുവിനോട് പറയുന്നുണ്ട്, എൻ്റെ പൊന്നുമോളെ, ഒരാവശ്യം വന്നാൽ സഹായിക്കാൻ നീ അല്ലാതെ വേറെ ആരാ ഉള്ളത്? അപ്പോൾ ഗീതു ചോദിക്കും, പുതിയ എന്ത് സഹായ? അമ്മയ്ക്ക് തീരെ വയ്യടി, അയാൾ പറയുന്നുണ്ട്. അപ്പോൾ ഗീതു അതിശയത്തോടെ വെക്കാണ്, ആഹാ, ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. ആ, പുറമേ കാണാൻ ഒരു കുഴപ്പമില്ല, പക്ഷെ അവൾക്ക് മറ്റുള്ളവരെ കാണാൻ പറ്റില്ല. അപ്പോൾ ഗീതു അർത്ഥം വെച്ച് പറയാണ്, അത് പിന്നെ നേരത്തെ അങ്ങനെ തന്നെയാണല്ലോ, പ്രത്യേകിച്ച് അച്ഛനും. ഗീതു പുച്ഛത്തോടെയാണ് പറയുന്നത്. അപ്പോൾ രേഖ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഗീതു അമ്മയ്ക്ക് വയ്യാന്ന് പറയുമ്പോൾ നീ എന്താ അത് ഇത്ര നിസ്സാരമായിട്ട് എടുക്കുന്നത്? അപ്പോൾ ഗീതു രേഖക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, രേഖച്ച് അമ്മയുടെ കണ്ണ് പരിശോധിച്ച് പുതിയ കണ്ണട വെക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു കൊടുത്തതാ. അപ്പോൾ 50,000-ൻ്റെ കണ്ണാടിയെ വെക്കുള്ളൂ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനാ? അപ്പോഴേക്കും ഭദ്രം പറയുന്നുണ്ട്, മോളെ ഉടനെ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ഗീതു വീണ്ടും പറയുന്നുണ്ട്, കണ്ണ് പരിശോധിക്കുന്നതിനും കണ്ണട വെക്കാനുമായിട്ട് 50,000 ഒന്നും തരാൻ എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഭദ്രം പറയാണ്, നീ ഇങ്ങനെ കണ്ണ് ചോരയില്ലാതെ പറയല്ലേ മോളെ, നിൻ്റെ അമ്മയുടെ കണ്ണിൻ്റെ കാഴ്ച ഓരോ ദിവസം കുറയും തോറും കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ പോയാൽ ഒരു മാസത്തിനകം അവൾ ഊമയായി പോവും. അപ്പോൾ ഗീതു രേഖയും പരസ്പരം നോക്കുകയാണ്. കണ്ണിൻ്റെ കാഴ്ച പോയാൽ അന്ത്യമാവുമല്ലേ ചെയ്യുന്നൊരർത്ഥത്തിൽ. രേഖ ആ സംശയം അയാളോട് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ അയാൾ പറയാണ്, അതല്ലേ കുഴപ്പം, എല്ലാവരും കണ്ണിൻ്റെ കാഴ്ച പോയാൽ അന്ത്യല്ലേ ആവുക. എന്തെങ്കിലും കണ്ടാ അന്നത്തെ ദിവസം അതിനെ കൊണ്ട് മാത്രം സംസാരിച്ചുകൊണ്ട് ചലച്ചുകൊണ്ടിരിക്കുന്നത് അവളുടെ ഒരു ശീലം. ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിൽ അവൾ പിന്നെ എന്തിനെ കൊണ്ട് പറയും? അതാ പറഞ്ഞ്, കണ്ണു പോയാൽ അവൾക്ക് പിന്നെ ഒന്നും കാണാൻ പറ്റില്ല, അപ്പോൾ പിന്നെ അവൾ ഊമയായി പോവും. ഒരേ സമയം അന്ധയും ഊമയുമായ അമ്മയെ നിനക്ക് കാണേണ്ടി വരും, ഗീതുവിനോടായിട്ട് പറയാണ്. അപ്പോഴേക്കും കാഞ്ചന അങ്ങോട്ടേക്ക് വരുന്നുണ്ടായി. കാഞ്ചന കേട്ടപാതി ചോദിക്കുകയാണ്, യാരുടെ കണ്ണിൻ്റെ കാര്യമാ മാമ? അപ്പം ഭദ്രം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എൻ്റെ ഭാര്യ, ഇവളുടെ അമ്മ, അവളുടെ കണ്ണിൻ്റെ കാഴ്ചയുടെ ഫീസ് പോവും. അയാൾ കാഞ്ചനയോട് പറഞ്ഞപ്പോൾ തന്നെ കാഞ്ചന അതിന് കണ്ണ് മാറ്റി വെച്ചാൽ പോരെ? അപ്പം ഭദ്രൻ അതിശയത്തോടെ പറയാണ്, കണ്ണാടി മാറി വെച്ചാൽ പോരെ എന്ന് ചോദിക്കുന്ന പോലെയാണല്ലോ നീ കണ്ണ് മാറി വെക്കാൻ പറയുന്നത്. അവക്ക് പറ്റിയ കണ്ണെവിടെ കിട്ടും? അപ്പോഴേക്കും കാഞ്ചന പെട്ടെന്ന് തന്നെ ഉത്തരവും പറയുന്നുണ്ട്, മാമൻ്റെ ഒരു കണ്ണ് കൊടുക്കണം. അപ്പോഴേക്കും ഭദ്രൻ പതറിക്കൊണ്ട് പറയുന്നുണ്ട്, അത് പിന്നെ എൻ്റെ ഒരു കണ്ണിന് കാഴ്ച കുറവാ. അതാണല്ലേ മാമൻ എപ്പോഴും ഒരു കണ്ണ് അടച്ചു പിടിച്ച് നടക്കുന്നേ? കാഞ്ചന ചോദിക്കുകയാണ്. അപ്പോഴേക്കും രേഖയും ഗീതുവിനെയും മാറി മാറി നോക്കിക്കൊണ്ട് അയാൾ സ്വയം പിറുവിറുക്കാണ്, വൃത്തികെട്ടവൾ. അപ്പോൾ രേഖയും കാഞ്ചനയെ വിലക്കുന്നുണ്ട്. അപ്പോൾ ഗീതു പറയാണ്, അച്ഛനും അമ്മയും ഇതിൻ്റെ പേരിൽ എത്ര മാറി മാറി ആക്ട് ചെയ്താലും ഞാൻ കാശ് തരില്ല. മോളെ എന്നായാലും വിളിക്കുമ്പോഴത്തേക്കും കാഞ്ചനയുടെ കയ്യിൽ നിന്നും കിറ്റ് വാങ്ങിക്കൊണ്ട് അവൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും ഭദ്രം പിന്നാലെ പോകുന്നുണ്ട്. ഇവൾ പോവുകയാണോ? പുറത്തെത്തിയപ്പോഴേക്കും വീണ്ടും ഗീതുവിനെ അയാൾ വിളിച്ച് നിർത്തുകയാണ്. മോളെ അവിടെ നിന്നേ. ഗീതു അവിടെ നിൽക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നത് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി പറയാനാ. അപ്പോൾ ഗീതു തിരിച്ചു ചോദിക്കുന്നുണ്ട്, അച്ഛനെപ്പോഴും പ്രധാനപ്പെട്ടത് പണമാണല്ലോ, പണത്തേക്കാൾ വിലപ്പെട്ടതാണ് മോളെ മാനം. ഭദ്രൻ തിരിച്ചു പറയാണ്, ഇപ്പം അങ്ങനെയായോ? മാനം കെട്ട് പണം ഉണ്ടാക്കിയാൽ ആ പണം മാനം തീർക്കും എന്നായിരുന്നല്ലോ അച്ഛൻ്റെ വിപ്ലവഗാനം. അയ്യോ, അതൊക്കെ പറച്ചില്. പക്ഷേ പേര് ദോഷവും മാനക്കേടുണ്ടായാൽ അതൊക്കെ മാറ്റാൻ പാടാ. അതിനുശേഷം അകത്തേക്ക് നോക്കിയിട്ട് സ്വകാര്യം പോലെ ഗീതുവിനോട് പറയാണ്, നീയും കിഷോറുമായിട്ടുള്ള ബന്ധത്തെ നാട്ടുകാരെന്തൊക്കെയോ പറഞ്ഞ് വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നുണ്ട്. അപ്പോഴേക്കും ഗീതു സീരിയസ് ആയിട്ട് അയാളെ തന്നെ നോക്കി നിൽക്കുകയാണ്. അതൊന്നും വിശ്വസിക്കല്ലേ എന്ന് ഗോവിന്ദ് മോനോട് പറയാനും കൂടിയാണ് ഞാൻ വന്നത്, പക്ഷെ അവനിവിടെ ഇല്ലാതായി പോയില്ലേ. ഗീതു അച്ഛനെ തന്നെ സൂക്ഷിച്ച് നോക്കുകയാണ്. അതിനുശേഷം ഗീതു സ്വയം ചിന്തിക്കുന്നുണ്ട്, ഈ ഇടപാടിൽ അച്ഛനും പങ്ക് കാണുമോ? ഒരു നമ്പർ ഇട്ട് നോക്കാം. ഇനി അച്ഛൻ എന്ത് പറഞ്ഞാലും കണ്ണേട്ടൻ വിശ്വസിക്കത്തില്ല. ഞാനും കിഷോറും തമ്മിൽ അരുതാത്ത ബന്ധമുണ്ടെന്ന് വിശ്വസിച്ചിരിക്കുക കണ്ണേട്ടൻ. ഗീതു ഭയങ്കര സങ്കടത്തോടെയാണ് പറയുന്നത്. അപ്പോഴേക്കും ഭദ്രൻ്റെ മുഖത്ത് ആ കൗശലച്ചിരി ആദ്യം വിരിയുന്നുണ്ട്. പെട്ടെന്ന് ഗീതു കാണേണ്ടതെന്ന് വിചാരിച്ചിട്ട് അയാൾ സങ്കടത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ ഗീതു അതേപോലെ അഭിനയിക്കുകയാണ്, എന്നെ ഇപ്പം ഭയങ്കര സംശയമാണ്. ഇതിൻ്റെ പേരിൽ മിക്കപ്പോഴും എന്നെ ഉപദ്രവിക്കും. കണ്ണേട്ടൻ്റെ കൂടെ ഇനി ഒന്നിച്ചു പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഗീതു ഭയങ്കര സങ്കടത്തോടെ ആയിട്ടാണ് പറയുന്നത്. അത് കാണുന്ന സമയത്ത് ഭദ്രൻ ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുകയാണ്. മാത്രമല്ല ഭദ്രൻ വിചാരിക്കുന്നുണ്ട് മനസ്സിൽ, സംഗതി ഏറ്റ്, ഇനി ഇവർ വേർപിരിഞ്ഞോളും. അപ്പോൾ ഗീതു ഒന്നും അറിയാത്ത പോലെ ചോദിക്കുകയാണ്, ഞാനിനി എന്ത് ചെയ്യൂ അച്ഛാ? എന്ത് വന്നാലും നീ അവന് ഡിവോഴ്സ് കൊടുക്കരുത്, ബാക്കിയൊക്കെ അച്ഛൻ നോക്കിക്കോളാം മോളെ. ഭദ്രൻ വാക്ക് കൊടുക്കുകയാണ്. അപ്പോഴേക്കും ഒളിഞ്ഞു കേട്ടുകൊണ്ട് വിലാസിനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ വിഷയത്തിൽ അച്ഛൻ എന്ത് ചെയ്യാൻ പറ്റും? ഗീതു തിരിച്ചു ചോദിക്കുകയാണ്. അതിപ്പോൾ അയാളിങ്ങനെ തലചോറിന് നിൽക്കുകയാണ്. അപ്പോൾ ഇയാൾ എന്തോ ഒളിഞ്ഞ് സംസാരിക്കുന്നുണ്ടെന്ന് മനസ്സിലായിക്കൊണ്ട് വിലാസിനി വേഗം അങ്ങോട്ടേക്ക് വരികയാണ്. അച്ഛൻ്റെ മറുപടി എന്താണെന്ന് കേൾക്കാൻ വേണ്ടി ഗീതുവും കാതോർത്ത് നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും അയാളിങ്ങനെ ആലോചിച്ചിട്ട് പറയാണ്, ഞാൻ വേറെ ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞ് നേരെ നോക്കുമ്പോൾ വിലാസിനിയുടെ മുഖത്തേക്കായിരുന്നു. ഗീതു ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് അയാൾ എന്താ പറയുന്നത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, അപ്പം അയാൾ പറയാണ്, നിൻ്റെ അമ്മ വിചാരിച്ചാൽ നടക്കുമോ? നിൻ്റെ അമ്മ ദേണ്ടേ നിൽക്കുന്നു എന്ന് പറഞ്ഞ് വിലാസിനിക്ക് നേരെ കൈ ചൂണ്ടുകയാണ്.
അപ്പോഴേക്കും വിലാസിനി ചാടിക്കയറി വന്നിട്ട് പറയുന്നുണ്ട്, എനിക്കറിയായിരുന്നു എന്നെ നിങ്ങൾ മനഃപൂർവ്വം മാറ്റി നിർത്തി എന്നെ ഡോക്ടറെ കാണിക്കാനുള്ള പൈസയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന്. അനാവശ്യം പറയരുത് വിലാസിനി, നിന്റെ കാശൊന്നും എനിക്ക് വേണ്ട. അയ്യടാ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇവളെ കാണാൻ വേണ്ടി എന്നെ വിളിച്ച് ഇങ്ങോട്ടേക്ക് വന്നത്? എൻ്റെ മോളെ കാണാൻ നിൻ്റെ അനുവാദം എനിക്ക് വേണോ? ആഹാ, എനിക്ക് കിട്ടേണ്ട പണത്തിൽ നിന്ന് 10 രൂപ പോലും ഞാൻ നിങ്ങൾക്ക് തരില്ല. വിലാസിനി തർക്കിക്കുകയാണ്. അല്ലെങ്കിൽ നിൻ്റെ 10 രൂപ ആർക്ക് വേണം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കലബില കൂടാണ്. അത് കേട്ടപ്പോഴേക്കും ഗീതുവിന് ദേഷ്യം വരുന്നുണ്ട്. നിർത്ത്, ഈ മുറ്റത്ത് നിന്ന് അടികൂടാതെ രണ്ടുപേരും പൊയ്ക്കേ. എത്ര ബഹളം വെച്ചാൽ ഞാൻ രണ്ടുപേർക്കും 1 രൂപ പോലും തരില്ല. സമാധാനമായല്ലോ? എൻ്റെ പൊന്നു മോളെ, ഈ നിൽക്കുന്ന നിൻ്റെ അച്ഛനെ പോലെ ഉടായ്പിന് കയ്യും കാലും വെച്ച വേറൊരു മനുഷ്യനും ഭൂമിയിൽ കാണില്ല. വിലാസിനി ഗീതുവിനോട് പറയാണ്. അപ്പം ഭദ്രൻ അപ്പുറത്തുനിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വിലാസിനി, കുടുംബരഹസ്യം പുറത്തു പറയരുത്. അയ്യടാ. അതിനുശേഷം ഗീതുവിൻ്റെ നേരെ തിരിഞ്ഞു പറയാണ്, അച്ഛൻ്റെ പുതിയ വിവരങ്ങളൊന്നും മോൾ അറിഞ്ഞില്ലല്ലോ. എടി എൻ്റെ പൊന്നുമോളെ, ഇങ്ങരുടെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ട്. അപ്പോൾ ഗീതു ചോദിക്കുന്നുണ്ട്, എവിടുന്ന്? ആ, അതാ എനിക്കും അറിയാത്തത്. നോട്ട് കെട്ടുമായിട്ട് ഇപ്പോഴത്തെ നടപ്പ്. പിന്നെ എൻ്റെ ചികിത്സയ്ക്ക് കുറച്ച് കാശ് ചോദിച്ചപ്പോൾ ചത്താലും തരില്ലെന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കിയ ആളാണ് ഇയാൾ. അത് പിന്നെ എൻ്റെ കയ്യിലുള്ള കാശിന് കുറച്ച് ആവശ്യമുണ്ട് മോളെ. കയ്യിലുള്ള കാശ് പൂഴ്ത്തി വെച്ചിട്ട് എനിക്ക് അർഹതയുള്ള കാശ് നിൻ്റെ കയ്യിൽ നിന്ന് പിടുങ്ങാന്ന് കരുതി അയാൾ ഇങ്ങോട്ടേക്ക് വന്നത്. എങ്ങനെയെങ്കിലും എന്നെ ഒഴിവാക്കി സുഖമായിട്ട് ജീവിക്കാമെന്ന് ഇങ്ങരുടെ കണക്ക് കൂട്ടൽ. അച്ഛൻ എന്തായാലും അമ്മയെ ഒഴിവാക്കില്ല. പിന്നെ ക്യാഷ്, ഇത്രയും കാശ് എങ്ങനെ അച്ഛൻ്റെ കയ്യിൽ വന്നത്? അയാൾ നിന്ന് പരുങ്ങുന്ന കണ്ടപ്പോൾ തന്നെ വിലാസിനി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഏതോ കുടുംബം കലക്കാൻ വേണ്ടി കൂലി കിട്ടിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗീതു ഒക്കെ ശ്രദ്ധയോടെ കേൾക്കുകയാണ്. അപ്പോഴേക്കും രേഖയും കാഞ്ചനയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇതെന്താ, ഗീതു പപ്പയുടെ ഫാമിലി ഇങ്ങോട്ടേക്ക് താമസം മാറ്റിയോ? കാഞ്ചന ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗീതു അച്ഛനോട് ചോദിക്കുന്നുണ്ട്, ഏത് കുടുംബം കലക്കാനാണ് അച്ചാരം വാങ്ങിയത്? അയ്യോ, ഞാനോ? ഒരു കുടുംബം പുലർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഞാൻ മറ്റൊരു കുടുംബം തകർക്കുമോ മോളെ? അപ്പോഴേക്കും വിലാസിനി വീണ്ടും പറയാണ്, അയ്യോ എൻ്റെ ദൈവമേ, കുടുംബം കലയ്ക്ക് നല്ല പരിചയമാ വിലാസിനി. അയാൾ വിളിക്കുന്നുണ്ട്. ഏതായാലും ഇവിടെ വെച്ച് കൂടുതൽ സംസാരിക്കേണ്ട. ഈ കേസ് പ്രത്യേകം പരിഗണിക്കാൻ ഞാൻ വീട്ടിലേക്ക് വരാം. ഗീതു അവരെ രണ്ടുപേരെയും നിയന്ത്രിക്കുകയാണ്. രേഖ വന്ന് കാര്യം എന്താ ചോദിക്കുന്ന സമയത്ത് ഗീതു പറയുന്നുണ്ട്, ഇത് നമ്മുടെ കുടുംബകാര്യ. അപ്പോഴേക്കും വിലാസിനി പറയാണ്, അപ്പോൾ എൻ്റെ കണ്ണിൻ്റെ കാര്യമോ? അതിനെക്കുറിച്ചൊന്നും എനിക്കിപ്പോൾ സംസാരിക്കാൻ നേരമില്ല. അതൊക്കെ ഞാൻ വീട്ടിൽ വരുമ്പോൾ ഒന്നിച്ച് സംസാരിക്കാം. അതും പറഞ്ഞുകൊണ്ട് ഗീതു ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അതിനുശേഷം വിലാസിനി ഭദ്രൻ്റെ നേരെ തട്ടിക്കയറാണ്. നിങ്ങൾ ഒറ്റയെടുത്തും കാരണം എനിക്ക് കിട്ടേണ്ട കാശും കൂടെ നഷ്ടപ്പെട്ടത്. പക്ഷേ അയാൾ പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ രേഖ പറയുന്നുണ്ട്, ഗീതു ആ കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് പറഞ്ഞല്ലോ, കാശിൻ്റെ കാര്യമാണെങ്കിൽ രാധിക മാമിയോട് പറഞ്ഞാൽ മതി എന്നൊക്കെ കാഞ്ചനയും പറയുന്നുണ്ട്. അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിലാസിൻ്റെ ദേഷ്യത്തോടെ നിൽക്കുന്നത്. എന്തായാലും രണ്ടുപേരും വന്ന് ഭക്ഷണമൊക്കെ കഴിക്കുക എന്നൊക്കെ രേഖ രണ്ടുപേരും അകത്തേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും അകത്തേക്ക് പോകുന്നുണ്ട്. ഗീതു ഹോസ്പിറ്റലിലെത്തി റിസപ്ഷനിൽ നിൽക്കുകയാണ്. ആ സമയത്തൊക്കെ ഗീതുവിൻ്റെ മനസ്സിലുള്ള ചിന്ത, കിഷോറിനെ സഹായിക്കാൻ അച്ഛനും ഉണ്ടാവോ? സ്വന്തം മകളുടെ ജീവിതം നശിപ്പിക്കാൻ അങ്ങനെ ഏതെങ്കിലും ഒരു അച്ഛൻ കൂട്ടു നിൽക്കുമോ? ചിലപ്പോൾ കിഷോർ വലിയൊരു തുക ഓഫർ ചെയ്തിട്ടുണ്ടാവും. പണം കിട്ടിയ അച്ഛൻ എന്തും ചെയ്യും. ഗീതു ശരിക്കും സ്ഥലകാല ബോധമില്ലാത്ത പോലെയാണ് അവിടെ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ടായിരുന്നത്. പെട്ടെന്ന് അജാസ് വന്ന് വിളിക്കുകയാണ്. ഹലോ. ഗീതു പെട്ടെന്ന് ഞെട്ടുന്നുണ്ട്. അല്ല, ഞാൻ കാറ് പാർക്ക് ചെയ്ത് വന്നപ്പോൾ ആളെ കണ്ടില്ല. അജാസ് ചിരിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഗീതു ആകെ ഒരു മൂഡൗട്ടായ മാതിരിയാണ് തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നത്. അത് ഞാൻ രഞ്ജുവിനെ പെട്ടെന്ന് കണ്ടിട്ട് ഇറങ്ങാമെന്ന് കരുതി. അപ്പോൾ അജാസ് ചോദിക്കുന്നുണ്ട്, അല്ല പിന്നെന്താ ഇവിടെ തന്നെ ഇരുന്നേ? ഒന്നുമില്ല. വരുന്ന വഴി ചോദിക്കണമെന്ന് കരുതിയതാ. ധ്യാനെ കോൺടാക്ട് ചെയ്യാൻ സാധിച്ചോ? അയാൾ ആരാ, എന്താ എന്നൊക്കെ അറിയാൻ സാധിച്ചോ? അപ്പോഴേക്കും ഗീതു പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, ആയി. ആഹാ, ആരാ കക്ഷി? അജാസ് അതിശയത്തോട് ചോദിക്കുകയാണ്. ഗീതു പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഈ ലോകത്ത് രഞ്ജുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന കക്ഷി. ഇക്കയോടായതുകൊണ്ട് പറയാം, രഞ്ജുവിനെ ഇട്ടെറിഞ്ഞിട്ട് പോയതല്ല, നല്ലൊരു ചെറുപ്പക്കാരനാ. എല്ലാവരും കൂടെ ഭയപ്പെടുത്തിയപ്പോൾ അയാൾ പേടിച്ചിട്ട് നാടുവിട്ട് പോയതാ. രഞ്ജുവിനെ സ്നേഹിച്ചതിൻ്റെ പേരിലോ? അജാസ് ചോദിക്കുന്നുണ്ട്. അവളുടെ രോഗത്തിൻ്റെ പേരിൽ. വിജയലക്ഷ്മി അമ്മയ്ക്ക് സ്വന്തം മകളെക്കുറിച്ചുള്ള ഓവർ ആങ്സൈറ്റിയാ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. അതിൻ്റെ കൂടെയാ ഇക്കയുടെ അളിയൻ്റെ വിരട്ടും. ഗോവിന്ദ് സാറോ? അല്ലാതെ പിന്നെ ആരാ അളിയൻ? അല്ല, പെങ്ങൾക്ക് അളിയനിലുണ്ടായ സംശയമൊക്കെ തീർന്നോ? അങ്ങനെ തീർത്തും തീർന്നിട്ടില്ല, ഒരു വലിയ സംശയം ബാക്കിയാ. അരക്കലെ ആമാടപ്പെട്ടി എങ്ങനെ രഞ്ജുവിൻ്റെ കയ്യിലെത്തി? അപ്പം അജാസ് ആലോചിച്ചിട്ട് പറയാണ്, അതെന്തെങ്കിലും അത്യാവശ്യത്തിന് ഗോവിന്ദ് സാറ് പണയം വെക്കാൻ കൊടുത്തതായിരിക്കും. അത് തിരിച്ചു കൊടുക്കാത്തതിൻ്റെ പേരിലായിരിക്കും ആദ്യം അവർ തമ്മിൽ തെറ്റിയത്. വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കാം. പക്ഷെ അതിനേക്കാളും വലിയ വേറെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് ചിന്തിക്കണം. ഞാനും അന്വേഷിക്കാം, അജാസ് പറയുന്നുണ്ട്. അതിന് നേരാങ്ങളൊക്കെ എവിടുന്ന സമയാസമയം എൻ്റെ സുരക്ഷയ്ക്കായിട്ട് പിന്നാലെ നടക്കുമല്ലേ? അപ്പം അജാസ് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഗീതുവിനെ വീട്ടിൽ സുരക്ഷിതയെ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീയാ. അത് കഴിഞ്ഞ് അന്വേഷിച്ചിറങ്ങാം. എന്താ? അതേസമയം രഞ്ജുവിനെ ICUവിൽ നിന്നും റൂമിലേക്ക് മാറ്റുകയാണ്. അപ്പം വീൽ ചെയറിലൊക്കെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ രഞ്ജു ഡോക്ടറെ കണ്ടപ്പോൾ തന്നെ പറയുന്നുണ്ട്, ഇതാ കണ്ടില്ലേ, ഞാൻ നടന്നു പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് ആരും കേൾക്കുന്നില്ല. എനിക്കൊരു കുഴപ്പമില്ല, ഇപ്പോൾ പേഷ്യൻറ്റിനെ നടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ രഞ്ജു പറയുന്നുണ്ട്, എന്നെ ഡിസ്ചാർജ് ചെയ്യണം, എനിക്ക് വേറെ ഒരു കുഴപ്പമില്ല, 2 ദിവസം റെസ്റ്റ് എടുത്തിട്ട് പോയിക്കോളൂ.
അപ്പോൾ രഞ്ജു പറയുന്നുണ്ട്, അങ്ങനെ പറയരുത്, എനിക്ക് കൂടെ നിൽക്കാൻ വേറെ ആരുമില്ല. പക്ഷെ ഇതൊക്കെ മറഞ്ഞു എന്ന് വിജയലക്ഷ്മി കേൾക്കുന്നുണ്ടായിരുന്നു. രഞ്ജു കാണാതെ അവരുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. എന്തിനാ എന്നെ ഇവിടെ ഇങ്ങനെ പിടിച്ചു കിടത്തുന്നത്? എന്നെ ശുശ്രൂഷിക്കാൻ എൻ്റെ കൂടെ ഇരിക്കാൻ ഇവിടെ ആരുമില്ല. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, രഞ്ജു, ഗോവിന്ദാണ് നിങ്ങളെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ പോലെ ഒരാൾ കൂടെ ഉള്ളപ്പോൾ ആരുമില്ലാന്ന് പറയരുത്. മറ്റാരെയും ബുദ്ധിമുട്ടിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല, രഞ്ജു പറയുന്നുണ്ട്. ഗോവിന്ദ് പറഞ്ഞത് ശിവരഞ്ജിനെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പേ എല്ലാ ചെക്കപ്പുകളും നടത്തി ആൾ ഓക്കെ ആയതിനു ശേഷം മാത്രം ഡിസ്ചാർജ് ചെയ്താൽ മതിയെന്നാ. താൻ ഒറ്റയ്ക്കല്ലടോ, ഗോവിന്ദിൻ്റെ കരുതലും സ്നേഹവും തന്നോടൊപ്പം ഉണ്ട്. ഇതൊക്കെ കേൾക്കുന്ന വിജയലക്ഷ്മിയുടെ മുഖത്തും ആ ഒരു പുഞ്ചിരി വിടരുന്നുണ്ടായിരുന്നു. കാരണം രണ്ട് മക്കളും പരസ്പര സ്നേഹത്തിലാണല്ലോ എന്ന് ആലോചിച്ചിട്ട്. വിജയലക്ഷ്മി അങ്ങനെ ഒളിഞ്ഞു നിന്ന് നോക്കി കണ്ണുനീര് പൊഴിക്കുന്നതൊക്കെ ഗീതു കാണുന്നുണ്ടായിരുന്നു. രഞ്ജുവിനെ അവിടുന്ന് നഴ്സുമാർ കൊണ്ടുപോകുമ്പോൾ രഞ്ജു കാണാതിരിക്കാൻ വേണ്ടി വിജയലക്ഷ്മി മറഞ്ഞു നിൽക്കുകയാണ്. അതിനുശേഷം അവരവിടുന്ന് പോകാൻ ശ്രമിക്കുമ്പോഴാണ് ഗീതു വിളിക്കുന്നത്. അമ്മേ. പെട്ടെന്ന് വിജയലക്ഷ്മി തിരിഞ്ഞു നോക്കുകയാണ്. സ്വന്തം മകൾക്ക് ഇഷ്ടമല്ലാത്ത അമ്മ അവളെ മറഞ്ഞു നിന്ന് കാണുന്ന അമ്മയുടെ സങ്കടം എനിക്ക് ഊഹിക്കാൻ പറ്റും. അപ്പം കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ തന്നെ വിജയലക്ഷ്മി പറയുന്നുണ്ട്, പക്ഷേ അത് അവൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അവൾ ഒരിക്കൽ ഈ സ്നേഹം മനസ്സിലാക്കും. ഗീതു ഉറപ്പ് കൊടുക്കുകയാണ്. അമ്മയ്ക്ക് കാണാൻ വേണ്ടിയാണോ ഡോക്ടർ ഇവിടെ നിർത്തി രഞ്ജുവിനോട് സംസാരിച്ചത്? അപ്പോൾ വിജയലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ അവളെ കാണാൻ വേണ്ടി വന്നതാ. കണ്ടു. പക്ഷെ നേരിട്ട് ഞാൻ അവളുടെ മുന്നിൽ ചെന്ന എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൾ എന്നോട് ദേഷ്യപ്പെടും. അത് ഞാൻ എങ്ങനെ സഹിക്കും? അപ്പോൾ ഗീതു ചോദിക്കുന്നുണ്ട്, അമ്മ ഡോക്ടറോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചില്ലേ? അദ്ദേഹത്തിന് എല്ലാ കാരണവും അറിയാം. ഞാനും രഞ്ജുവും തമ്മിലുള്ള പിണക്കത്തിനുള്ള കാരണം വരെ അദ്ദേഹത്തിന് അറിയാം. അപ്പോഴേക്കും രഞ്ജുവിൻ്റെ പോക്ക് തന്നെ നോക്കി നിന്നുകൊണ്ട് വിജയലക്ഷ്മി ഗീതുവിനോട് പറയുന്നുണ്ട്, അയ്യോ, അവളെ റൂമിലേക്ക് കയറ്റാൻ പോവാ, ഞാൻ മാറി നിന്ന് അവളെ ഒന്ന് കണ്ടിട്ട് വരാം. അതുകൂടെ കാണുന്ന സമയത്ത് ഗീതുവിൻ്റെ നെഞ്ച് പൊടിയാണ് ആ ഒരു അമ്മയുടെ വിഷമം ഓർത്തിട്ട്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.